ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫ് അല്ലേ? ദുരന്തഭൂമിയായ വയനാടിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1.5 കിലോ ചിക്കന് കഴുകി വാർത്തെടുത്ത് അതിനെ ഒരു വലിയ കടായി പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാൻ വലിയ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ അതിനു വേണ്ടി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 വലിയ ഉള്ളി പൊരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനെ നമുക്ക് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഒന്നാണ് ക്രഷ് ചെയ്താൽ മതി. ഇത് ഞാൻ 15 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ അതിനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഉള്ളി പൊരിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ കാണും. ഇതുകൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ എണ്ണയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത് മതിയാവും. ഇനി ഞാൻ അതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത നാടൻ തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി കൈ വെച്ചുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്താൽ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. കണ്ടോ, ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ, ഇത് സമയമില്ലാത്തതുകൊണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു സ്റ്റൗവിലേക്ക് വേവിക്കാൻ വെക്കാം. ഇതൊരു 4 മിനിറ്റ് നേരം നമ്മൾ കൈ വെക്കാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ആ മസാലകളൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണ കാണാം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ ഇതിലേക്ക് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഊറി വന്നിട്ടില്ലേ. ഇതിലേക്ക് ഞാൻ തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കൻ്റെ വെള്ളമാണ് ആ ഊറി വന്ന് നിൽക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം.
മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഒക്കെ കാണും. അത് ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും 1 പിടി മല്ലിച്ചപ്പും 2 തണ്ട് പുതിനയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനതിലേക്ക് നടുക കറി വെച്ച 5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒരു മിനിറ്റ് നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു മണം, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിനെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവിങ് സെറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക്